തിരുവല്ലം ജഡ്ജിക്കുന്നിൽ അഴീക്കോട് സ്വദേശി റഹീമിനെ അതിക്രൂരമായി 4 പേരും മർദ്ദിച്ചു. റഹീം 52 വയസ്സുള്ള ആളാണ്, അഴീക്കോടുകാരനാണ്. തിരുവല്ലം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഈ ജഡ്ജിക്കുന്നില് അതിമനോഹരമായ ഒരു കുന്നാണത്. അവിടെ ഒരു പഴയ കാലത്ത് വെച്ച വലിയൊരു ചെറിയ ബംഗ്ലാവുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് ആ ജഡ്ജിക്കുന്നിന് മുകളിൽ നമുക്ക് കാണാം. കാരണം തിരുവനന്തപുരം നഗരം മുഴുവനും കടലും വിഴിഞ്ഞം ഏരിയ മുഴുവൻ ആ ജഡ്ജിക്കുന്നിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാം. മാനത്ത് മുട്ടി നിൽക്കുന്ന പോലെ തോന്നും, അത്ര ഉയരമുള്ള കുന്നാണ് അത്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കുന്നും. അവിടെ പലരും കാറ്റ് കൊള്ളാനും എപ്പോഴും ഇങ്ങനെ ബ്രീസ് കാറ്റടിച്ചുകൊണ്ടിരിക്കും തിരുവല്ലം ജഡ്ജിക്കുന്ന്. അവിടെ കാമുകന്മാരും ചെറുപ്പക്കാരും ഒക്കെ അവിടെ വരുന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അഴീക്കോടുകാരൻ റഹീമിന് 52 വയസ്സുണ്ടെങ്കിലും ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയായിട്ട് അവിടെ ഇരുന്ന് സൊള്ളുന്നത് അവിടെ വന്ന 3-4 പേർക്ക് അത്ര പിടിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാരക്കാമണ്ടാവും സ്വദേശി മനോജ് ഒരു വർക്ക്ഷോപ്പുകാരനാണ്. അയാളുടെ സുഹൃത്ത് കല്ലൂർ സ്വദേശി മനു ഉണ്ട്, പിന്നെ അർജുൻ, അങ്ങനെ അതുകൂടാതെ കുമാർ, അങ്ങനെ ഒരു 2 പേരും 4 പേരും അവിടെ ഇരുന്ന് കാറ്റുകൊള്ളാനും ആസ്വദിക്കാനൊക്കെ വന്നിരിക്കാം. എന്തായാലും ഇത് കണ്ടപ്പോൾ അവർക്കൊട്ടും പിടിച്ചില്ല. ഒരു വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയും അഴീക്കോടുകാരൻ റഹീമും ഇയാളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു. കാരണം കുട്ടിയെ ഞങ്ങൾക്കറിയാം, താൻ കുട്ടിയായിട്ട് വന്നത് ശരിയല്ല, ഈ ബന്ധം ഉപേക്ഷിച്ച് സ്ഥലം വിടണം എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കി. അതിനുശേഷം ഇവരും അയാളുമായിട്ട് വഴക്കായി. ഈ വർക്ക്ഷോപ്പുകാരൻ്റെ കയ്യിൽ എപ്പോഴും ടൂൾസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇയാളുടെ വലത് കാലും വലത് കൈയും അടിച്ചങ്ങ് ഓടിച്ചു. അതിനുശേഷം അയാളെ ക്രൂരമായി മർദ്ദിച്ചു. ഇവർ 4 പേരും കൂടെ ചവിട്ടി. എല്ലാവർക്കും 10, 35, 38 വയസ്സുള്ളവരാണ് പ്രതികൾ. ഒരാൾക്ക് മാത്രമേ 22 വയസ്സുകാരനുണ്ട്. കുട്ടിയായിട്ട് ഉള്ള സൗഹൃദം നീ മര്യാദയ്ക്ക് നിർത്തിക്കണമെന്ന് പറഞ്ഞ് തുടക്കമിട്ടു. എന്തായാലും റഹീമിനെ വലത് കാലും വലത് കൈയും അത് ഓടിഞ്ഞു. അയാൾ അവിടെ വീണ് കിടന്നു. നാട്ടുകാരെല്ലാം കൂടി പോലീസിനെ അറിയിച്ചു. ഇവർ 4 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ റഹീം വന്ന 2 വീലർ അവർ കൊണ്ടുപോയി, അത് മോഷ്ടിച്ചുകൊണ്ടുപോയി. രവിൻ്റെ കയ്യിലുണ്ടായിരുന്ന 26,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ബാഗിൽ ഉണ്ടായിരുന്ന 26,000 രൂപയും ഈ 4 പേരും അവിടുന്ന് അടിച്ചുകൊണ്ട് പോയി. ഇയാളുടെ സ്കൂട്ടറും കൊണ്ടുപോയി. തിരുവല്ലം പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിനൊരു മഹാ ട്വിസ്റ്റ് ഉണ്ടായി. കാരണം ഇവർ 4 പേരും റഹീമും ഈ പെൺകുട്ടിയായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന കണ്ട് അവരിടപെട്ടു, ഒരു ഇഷ്യൂ ഉണ്ടാക്കി. റഹീമിന്റെ 26,000 രൂപയും അതുപോലെ തന്നെ അയാളുടെ മൊബൈൽ ഫോണും അയാളുടെ 2 വീലറും അടിച്ചെടുക്കുക എന്ന ഉദ്ദേശമാണ് എന്നൊക്കെയാണ് ആദ്യമൊക്കെ നാട്ടുകാരും എല്ലാവരും കരുതിയത്. പക്ഷെ തിരുവല്ലം പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പം അതിൽ രസകരമായ സംഭവങ്ങൾ പുറത്തു വരുന്നത്. 17കാരി പെൺകുട്ടി മൈനറാണ്. ആ പെൺകുട്ടിയെ കുറെ നാളുകളായിട്ട് ഈ അഴീക്കോടുകാരൻ റഹീം ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അയാൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഈ പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് പുറകെ നടന്നു. അങ്ങനെ പെൺകുട്ടിയെ കൂടെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യും. അങ്ങനെ പെൺകുട്ടി ഇയാൾക്കൊരു പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പെൺകുട്ടി കൊടുത്ത കൊട്ടേഷന് അംഗങ്ങളാണ് ഈ 4 പേരും എന്നാണ് ഇപ്പം പോലീസ് പറയുന്നത്. എന്തായാലും വളരെ ക്രൂരമായി മർദ്ദനമേറ്റ് വലത് കൈയും വലത് കാലും ഒടിഞ്ഞ അയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. അയാളുടെ മൊഴി പകർത്തിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിനകത്ത് ഈ 4 പേരും പെൺകുട്ടിയും പ്രതിയാണ്. 17കാരും പ്രതിയാക്കിയിട്ടുണ്ട്. മൈനർ ആണെങ്കിലും ആ കുട്ടിയും ഈ കേസിൽ പ്രതിയായിട്ട് വരുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്താലും ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റൊരാരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെൺകുട്ടി കൊട്ടേഷൻ കൊടുക്കണം, ഇവർക്ക് പണം കൊടുക്കണം, അതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് വീട്ടുകാരറിഞ്ഞോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും അറിഞ്ഞാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും റഹീമിനെ പോലെ പല ആൾക്കാരും പല കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുടെയൊക്കെ പുറകെ നടന്ന് അവർക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പല പെൺകുട്ടികളെ പിന്നാലെ നടക്കുന്ന വളരെയധികം ആൾക്കാരുണ്ട്. ഇയാൾക്കാരുടെ 52 വയസ്സോളം പ്രായവുമുണ്ട്. അയാളാണ് 17കാരിയുടെ പുറകെ സിനിമയിൽ അഭിനയിപ്പിക്കാം. ആ കുട്ടിക്ക് താല്പര്യമില്ല, പിന്നെ എന്തിനു പുറകെ നടന്നു എന്ന് മനസ്സിലാക്കും. അപ്പം ദുരുദ്ദേശത്തോടുകൂടി തന്നെ
ഏതായാലും പോലീസ് വന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിന്റെ ട്വിസ്റ്റ് മനസ്സിലായത്. അത് വാർത്ത നേരത്തെ വന്നുകൊണ്ടിരുന്നത് ജഡ്ജി കുന്നിലെ 4 പേര് ഒരു 52 വയസ്സുകാരനും ഒരു മൈനറായ കുട്ടി ഇരിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത് വഴക്കുണ്ടാക്കിയെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് 17കാരിയുടെ കൊട്ടേഷൻ അനുസരിച്ചാണ് ഈ 4 പേര് അവിടെ വന്ന് ഇയാളെ അതിക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.